കേരള സർക്കാരിൻ്റെ വരുമാന സ്രോതസ്സുകളിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് മദ്യവിൽപ്പനയാണെന്ന് എല്ലാവർക്കും അറിയാം. ഓണം, ക്രിസ്മസ് പോലുള്ള ആഘോഷങ്ങളിൽ ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് മുൻപിൽ കാണുന്ന നീണ്ട ക്യൂ തന്നെ സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സാമ്പത്തിക ചിത്രം വെളിവാക്കുന്നതാണ്. തൊഴിലില്ലായ്മ, കടപ്പാട്, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ കൊണ്ട് അലട്ടപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. എന്നാൽ സർക്കാർ തന്റെ ഖജനാവിനെ നിറയ്ക്കാൻ തിരഞ്ഞെടുക്കുന്ന പ്രധാന മാർഗം പൊതുജനാരോഗ്യത്തെ തകർക്കുന്ന മദ്യവ്യാപാരമാണെന്നത് വലിയൊരു വിരോധാഭാസമാണ്. ഇത്രയും വരുമാനം ലഭിച്ചിട്ടും പൊതുജനങ്ങൾക്ക് തിരിച്ചു നൽകുന്ന ക്ഷേമ നടപടികൾ വളരെ കുറവാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുകയാണ്. ഇപ്പോൾ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ പദ്ധതി പ്ലാസ്റ്റിക് കുപ്പിക്ക് 20 രൂപ ഡെപ്പോസിറ്റ് എന്നത് വെറും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പേരിൽ പൊതുജനങ്ങളിൽ നിന്നും അധിക പണം പിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമം മാത്രമാണെന്ന് സംശയമില്ലാതെ പറയാനാവും. നികുതിയും സെസ്സും കൊടുത്ത് വാങ്ങുന്ന ഒരു സാധനത്തിൽ നിന്ന് വീണ്ടും അടവ് നൽകേണ്ടി വരുന്നത് ജനങ്ങളുടെ കയ്യിൽ നിന്നും ചെറിയ തുകയെങ്കിലും തുടർച്ചയായി സർക്കാരിന് പിരിച്ചെടുക്കാനുള്ള ശൈലിയുടെ തെളിവായി കാണുകയും ചെയ്യാം. ഇതിലൂടെ ജനങ്ങളുടെ സാമ്പത്തിക ഭാരം കൂടി വർദ്ധിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. സർക്കാർ പറഞ്ഞിരിക്കുന്നത് പ്രകാരം കുപ്പി തിരികെ നൽകി 20 രൂപ തിരിച്ചു പിടിക്കാമെന്നതാണ് പദ്ധതി. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഭൂരിഭാഗം മദ്യപാനികളും ബോട്ടിൽ തിരികെ നൽകാൻ തയ്യാറാകുമോ എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. മദ്യം വാങ്ങുന്നവർ സാധാരണയായി 500 രൂപ, 1000 രൂപ പോലുള്ള വലിയ തുകകൾ കയ്യിൽ വെച്ചാണ് എത്തുന്നത്. അത്തരത്തിൽ വരുന്നവർക്ക് 20 രൂപയ്ക്കായി വീണ്ടും ബിവറേജസ് ഔട്ട്ലെറ്റിൽ പോകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പലർക്കും അത് ചെറിയ തുകയാണെന്ന് കരുതുകയും അവിടെ പോയി സമയം കളയുന്നതിനേക്കാൾ 20 രൂപ വിട്ടേക്കാം എന്ന് കരുതുകയും ചെയ്യാം. അങ്ങനെ സംഭവിക്കുമ്പോൾ സർക്കാർ പൊതുജനങ്ങളിൽ നിന്നും കോടികൾ സമാഹരിക്കാനുള്ള അവസരം കണ്ടെത്തുകയും ചെയ്യും. പദ്ധതിയുടെ ലക്ഷ്യം പരിസ്ഥിതി സംരക്ഷണമൊന്നുമല്ല, മറിച്ച് ജനങ്ങളെ ചെറുതായും കാണാത്ത പൈസ പോലും പിരിച്ചെടുക്കുക എന്നത് തന്നെയാണ്. ഇത്തരം നടപടികൾ സർക്കാർ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ ഇടയാക്കുകയും ചെയ്യും. പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന ഒരു മേഖലയിൽ നിന്നും വൻ വരുമാനം നേടിക്കൊണ്ടിരിക്കെ സർക്കാർ പുതിയ കുടുക്കുകൾ ഒരുക്കുന്നതിന്റെ പിന്നിൽ ജനകീയതയോ പരിസ്ഥിതി പ്രതിബദ്ധതയോ ഇല്ലെന്ന് വ്യക്തമാവുകയാണ്. ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ ഉടനെ ഉയരുന്ന മറ്റൊരു പ്രശ്നം അനധികൃത മദ്യത്തിന്റെ സാധ്യതയാണ്. ഔദ്യോഗികമായി വാങ്ങുന്ന മദ്യം എക്സൈസ് വകുപ്പ് ഉറപ്പുവരുത്തിയ മുദ്രയോടുകൂടിയ കുപ്പിയിലാണ് ലഭിക്കുന്നത്. എന്നാൽ 20 രൂപ തിരികെ നേടാനുള്ള ശ്രമത്തിൽ പലരും മദ്യം മറ്റൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് കുപ്പി കാലിയാക്കി തിരികെ കൊടുക്കാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഔദ്യോഗികമായി അംഗീകൃത മദ്യം പോലും അനധികൃതമായി മാറുകയും ചെയ്യും. കാരണം സീലില്ലാത്തതിനാൽ അത് വ്യാജമദ്യമായി കണക്കാക്കപ്പെടുകയും ചെയ്യും. പിന്നീട് പരിശോധനയിൽ കുടുങ്ങുമ്പോൾ ഒരു സാധാരണ മദ്യപാനിക്ക് പോലും ഗുരുതരമായ കേസുകൾ നേരിടേണ്ടിയും വരും. സർക്കാർ തന്നെ ഒരുക്കിയ ഒരു സംവിധാനമാണ് പൊതുജനങ്ങളെ കുറ്റവാളികളാക്കി മാറ്റാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത്. മദ്യം കുടിക്കുന്നതിനോടൊപ്പം അനാവശ്യമായ നിയമപ്രശ്നങ്ങളിൽ പെടാനുള്ള ഭീഷണിയും അവർ ഏറ്റെടുക്കേണ്ടിയും വരും. ഇതിലൂടെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ അസ്വസ്ഥമാവുകയും സർക്കാർ സ്വന്തം പിഴവുകൾ ജനങ്ങളുടെ മേൽ ചുമത്തുകയും ചെയ്യുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നടക്കുന്ന തിരക്കാണ് പദ്ധതിയുടെ മറ്റൊരു ദുരന്തം. 20 രൂപ തിരികെ നൽകുന്നതിനായി പ്രത്യേകം കൗണ്ടർ തുടങ്ങുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രധാന പ്രഖ്യാപനം. എന്നാൽ പ്രായോഗികമായി അതുണ്ടായിട്ടില്ല. സാധാരണ മില്ല് ചെയ്യുന്ന കൗണ്ടറുകൾ വഴിയാണ് കാലിക്കുപ്പികൾ തിരികെ വാങ്ങുന്നതും 20 രൂപ നൽകുന്നതും ഇവിടെ നിന്ന് തന്നെയാണ്. ഇത് ഔട്ട്ലെറ്റുകളിൽ തിരക്ക് ഇരട്ടിയാക്കുന്നതായി മാറുകയാണ്. ഇതിനകം തന്നെ നീണ്ടു നിൽക്കുന്ന ക്യൂ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജനങ്ങൾ ഇതിന് കുപ്പി തിരികെ നൽകാനും വീണ്ടും കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ്. ബില്ല് ചെയ്യുന്ന ജീവനക്കാർക്ക് കുപ്പികളിൽ ലേബൽ പതിപ്പിക്കേണ്ടി വന്നത് ജോലിഭാരം ഇരട്ടിയാക്കുകയും സേവനത്തിന് ഗുണമേന്മ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. സർക്കാർ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ ഒന്നും ചെയ്തില്ലെന്നതാണ് പ്രധാന പ്രശ്നം. പദ്ധതിയുടെ വിജയത്തിനായി ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഇതിലൂടെ ജനങ്ങൾക്ക് ലഭിച്ചത് ആശയക്കുഴപ്പം, തിരക്ക്, നിരാശ എന്നീ പ്രശ്നങ്ങൾ മാത്രമാണ്. പദ്ധതിയുടെ ആദ്യ ദിവസം തന്നെ നിരവധി പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം പവർ ഹൗസ് റോഡിലെ ബിവറേജസ് ഔട്ട്ലെറ്റിൽ മാത്രം രാത്രി 7 മണി വരെ 400-ലധികം കുപ്പികൾ തിരികെ എത്തിയതായി രേഖപ്പെടുത്തപ്പെടുകയാണ്. ഇവയിൽ ഭൂരിഭാഗവും ചെറിയ ക്വാർട്ടർ ബോട്ടിലുകളാണ്. രാത്രി തന്നെ മദ്യം വാങ്ങിപ്പോയവർ മിനിറ്റുകൾക്കുള്ളിൽ കാലിക്കുപ്പി കൊണ്ടുവന്ന് തിരിച്ചെത്തിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചിലർ ഔട്ട്ലെറ്റിന്റെ പരിസരത്ത് നിന്ന് തന്നെ മദ്യം കുടിച്ചു തീർത്ത കുപ്പി തിരികെ കൊടുക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള പ്രവണതകൾ സാമൂഹികമായി വലിയ അപകടമാണ് സൃഷ്ടിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ കുടിച്ചു തീർക്കുന്ന പ്രവണത വർദ്ധിക്കുന്നത് പൊതുഭദ്രതയ്ക്കും കുടുംബജീവിതത്തിനും ഗുണകരമല്ല. സർക്കാർ ഇതിനെ മുൻകൂട്ടി ചിന്തിക്കാതെ പദ്ധതി നടപ്പാക്കിയെന്ന് വ്യക്തമാവുകയാണ്. കുപ്പി തിരികെ കൊടുക്കണമെന്ന ആശയത്തിൽ നിന്നും സർക്കാർ തന്നെ പൊതുസ്ഥലങ്ങളിലുള്ള മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ മാത്രം 10 ഔട്ട്ലെറ്റുകളിൽ പരിശീലനാടിസ്ഥാനത്തിൽ പദ്ധതി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും ആദ്യ ദിവസം തന്നെ ആശയക്കുഴപ്പം നിറഞ്ഞ സംഭവങ്ങളാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ചിലർ മദ്യം മറ്റൊരു കുപ്പിയിലേക്ക് മാറ്റി കാലിക്കുപ്പി കൊണ്ട് തിരിച്ചെത്തി.
എന്നാൽ ജീവനക്കാർ അത് തിരിച്ചറിയാനും കൈകാര്യം ചെയ്യാനും പ്രായോഗികമായി സാധ്യമായിരുന്നില്ല. ഇതോടെ ജീവനക്കാരും ഉപഭോക്താക്കളും തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടായി. പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ വ്യക്തമായതിനാൽ ഓരോ സ്ഥലത്തും വ്യത്യസ്ത രീതിയിൽ നടപ്പാക്കപ്പെടുകയായിരുന്നു. സർക്കാർ പൊതുവായ മാർഗരേഖ പോലും തയ്യാറാക്കിയിരുന്നില്ലെന്നാണ് ഇതിലുള്ള സത്യാവസ്ഥ. ഭരണകൂടത്തിന്റെ ഇത്തരം അനാസ്ഥയാണ് പൊതുജനങ്ങളെ വലിയ പ്രയാസത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു പരീക്ഷണ പദ്ധതി തുടങ്ങുമ്പോൾ പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കേണ്ടത് അനിവാര്യമാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് സർക്കാർ ഉത്തരവിട്ടു, ജനങ്ങൾ അലിഞ്ഞു, ജീവനക്കാർ വിറച്ചു എന്ന നിലയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പദ്ധതിയുടെ മറ്റൊരു വശം ധനകാര്യപരമാണ്. കേരളത്തിൽ ദിവസേന ലക്ഷക്കണക്കിന് മദ്യക്കുപ്പികൾ വിറ്റഴിക്കപ്പെടുകയാണ്. ഓരോ കുപ്പിക്കും 20 രൂപ വീതം ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ സർക്കാരിന് ഒരു ദിവസം കോടികളുടെ വരുമാനം ലഭിക്കും. ഭൂരിഭാഗം ആളുകളും 20 രൂപ തിരികെ വാങ്ങാൻ പോകുന്നില്ലെങ്കിൽ അത് സർക്കാർ ഖജനാവിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഇത് മറച്ചുവെക്കുന്ന ഒരു നികുതി പോലെയാണ്. പരിസ്ഥിതി സംരക്ഷണം എന്ന പേരിൽ സർക്കാർ പൊതുജനങ്ങളിൽ നിന്നും കോടികൾ ശേഖരിക്കുന്നതിന് നിയമപരമായ മറവ് പിടിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ശേഖരിച്ച പണം എവിടെ വിനിയോഗിക്കുമെന്ന കാര്യത്തിൽ സർക്കാരിന് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ കഴിയുന്നില്ല. പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുക എന്ന ലക്ഷ്യം നിറവേറ്റാൻ മറ്റു മാർഗങ്ങൾ ലഭ്യമായിട്ടും സർക്കാർ ഏറ്റവും എളുപ്പത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന വഴി തിരഞ്ഞെടുത്തുവെന്നതാണ് വിമർശനാത്മകമായ മറ്റൊരു സത്യം. പരിസ്ഥിതി സംരക്ഷണം സർക്കാരിന്റെ ലക്ഷ്യമാണെങ്കിൽ മദ്യക്കുപ്പികളിൽ മാത്രം 20 രൂപ ഡെപ്പോസിറ്റ് നടപ്പാക്കുന്നത് ശരിയായ മാർഗമല്ല. പ്ലാസ്റ്റിക് മലിനീകരണത്തിന് കാരണമാകുന്നത് മദ്യക്കുപ്പികൾ മാത്രമല്ല, ബോട്ടിലുകൾ, മറ്റ് സോഡ ബോട്ടിലുകൾ, പല ഉൽപ്പന്നങ്ങൾ സമാനമായ പ്രശ്നം നേരിടുകയാണ്. എന്നാൽ അവയ്ക്കെതിരെ ഇത്തരം നടപടികൾ ഉണ്ടായിട്ടുമില്ല. സർക്കാർ തിരഞ്ഞെടുത്തിരിക്കുന്നത് മദ്യം മാത്രമാണ്. കാരണം അത് സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാനമാണ്. അതിലൂടെ അധികം പണം ശേഖരിക്കാമെന്നതാണ് സർക്കാരിന്റെ യഥാർത്ഥ ലക്ഷ്യം. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സർക്കാരിന്റെ സമീപനം ഏകപക്ഷീയവും രാഷ്ട്രീയ ലാഭവും മാത്രം നോക്കുന്നതാണെന്ന് ഇതിലൂടെ തെളിയുകയാണ്. പരിസ്ഥിതിയോടുള്ള ഉത്തരവാദിത്തം കാണിക്കണമെങ്കിൽ സർക്കാർ വ്യാപകമായി ഒരു നയം നടപ്പിലാക്കേണ്ടതാണ്. എന്നാൽ ഇപ്പോഴത്തെ നടപടികൾ ജനങ്ങളെ ചൂഷണം ചെയ്യാനുള്ള സർക്കാരിന്റെ പദ്ധതിയായി മാത്രമാണ് തോന്നുന്നത്. ഈ പദ്ധതി സമൂഹത്തിലെ സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുകയാണ്. ചെറിയ വരുമാനത്തിൽ കഴിയുന്നവർക്ക് 20 രൂപ പോലും വിലപ്പെട്ടതാണ്. പലരും ചെറിയ ചെറിയ ക്വാർട്ടറുകൾ വാങ്ങി ജീവിതത്തിലെ നിരാശകൾ മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. അവർക്ക് വേണ്ടി 20 രൂപ അധികമായി നൽകേണ്ടി വരുന്നത് വലിയ ഭാരമായി മാറുകയും ചെയ്യും. മദ്യം വാങ്ങുന്നവർക്ക് 20 രൂപ നഷ്ടപ്പെടുന്നത് സർക്കാർ പറയുന്നത് പോലെ ചില്ലറ കാര്യമല്ല. പലർക്കും അതൊരു ഭക്ഷണത്തിന്റെയോ യാത്രാ ചെലവിന്റെയോ വിലയാണ്. എന്നാൽ സർക്കാർ അത് പരിഗണിക്കാതെ എല്ലാവരും അത് വിട്ടേക്കും എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പൊതുജനങ്ങളുടെ ജീവപരിസ്ഥിതിയെ അവഗണിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന സർക്കാരിന്റെ സമീപനമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത്തരം നടപടികൾ സർക്കാരിന്റെ സാമൂഹ്യ നീതിയില്ലായ്മയെ തെളിയിക്കുന്നവയാണ്. മദ്യക്കുപ്പി ഡെപ്പോസിറ്റ് പദ്ധതി കേരള സർക്കാരിന് മറ്റൊരു പരാജയകരമായ നീക്കമാണെന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ്. ഇതിലൂടെ പരിസ്ഥിതി സംരക്ഷണം നടക്കില്ല, മറിച്ച് ജനങ്ങളിൽ ആശയക്കുഴപ്പം, നിരാശ, നിയമപ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവ വർദ്ധിക്കുകയും ചെയ്യും. സർക്കാർ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ ഒന്നും നടത്താതെ, പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാതെ, പദ്ധതിയുടെ പ്രായോഗിക പ്രശ്നങ്ങളെ ആരും ചിന്തിക്കാതെ പോലും മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളെ സാമ്പത്തിക ഭാരം കൂട്ടിയും അവരുടെ ദിനചര്യയെ കൂടി ദുരിതപ്പെടുത്തിയും സർക്കാർ തന്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നടപടികൾ തുടർന്നാൽ സർക്കാരിന്റെ വിശ്വാസ്യതയും ജനങ്ങളുടെ പിന്തുണയും കുറഞ്ഞു പോകും. ജനങ്ങളെ കൂട്ടുപിടിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം അവരുടെ മേൽ കൊടുക്കുകൾ ഒരുക്കുന്ന ഭരണകൂടം ഒരിക്കലും ദീർഘകാലത്തേക്ക് നിലനിൽക്കില്ലെന്നതാണ് ചരിത്രം നൽകുന്ന പാഠം.